ഹായ് ഓൾ, വെൽക്കം ടു എക്സാം ബൈ മിഷൻ ഒളിമ്പ്യാഡ്സ്. ഒളിമ്പ്യാഡ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്, സ്റ്റുഡൻസിന് അവർക്ക് എളുപ്പമാകുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന രൂപത്തിലുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ് ഈ മിഷൻ ഒളിമ്പ്യാഡിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒളിമ്പ്യാഡ് എക്സാംസിന് വേണ്ടിയൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹയർ ലെവൽ എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോ വീഡിയോസിനും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും, അതുമായി ബന്ധപ്പെട്ടുള്ള ഏരിയാസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വളരെ രസകരമായി എന്നാൽ വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യാം, ഡയറക്ട്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഈ ഏരിയയിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബയോളജി പാർട്ടാണ് വിശദീകരിക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പം ബയോളജിയിൽ ഒരു ചോദ്യം നോക്കാം. വിച്ച് ഓർഗനൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ പാക്കിംഗ് ആൻഡ് സോർട്ടിംഗ് പ്രോട്ടീൻസ് ഇൻ എ സെൽ? ഒരു സെല്ലിൽ പ്രോട്ടീൻസിനെ പാക്ക് ചെയ്യുകയും സോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പണി ആരാ ചെയ്യുക? അങ്ങനൊക്കെ ഉണ്ടോ അല്ലെ? അപ്പോൾ ആരാണ് ഒരു സെല്ലിൽ ഈ ഒരു പണിയെ പാക്കേജിങ് ആൻഡ് സോർട്ടിങ് എന്ന് പറയുന്നത്, പ്രോട്ടീൻസിനെയൊക്കെ പാക്കേജ് ചെയ്യുക എന്ന് പറയുന്നത് ആരാണ് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോട്ടീൻസ് അല്ലെ ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആയിട്ട് അതിനെ വെസിക്കിൾസിലാക്കുക എന്നുള്ള പണിയൊക്കെ നമ്മുടെ സെൽസിൽ നടക്കുന്നുണ്ട്. ആരാണത് ചെയ്യുക? മൈറ്റോകോൺട്രിയ ആണോ? നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കുക. മൈറ്റോകോൺട്രിയയുടെ പണി ഇങ്ങനെ പാക്കേജിങ് ഒക്കെ ആണോ? അല്ല, അത് എനർജി ഹൗസ് ആണ് അല്ലെങ്കിൽ പവർ ഹൗസ് ആണ് അല്ലെ. ഗോൾജി അപ്പാരറ്റസ് ആണെങ്കിൽ നിങ്ങൾ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങളെ മനസ്സിൽ പറയാം. ന്യൂക്ലിയസ് അങ്ങനെ ഒരു പണിയുണ്ടോ? ന്യൂക്ലിയസ് കൺട്രോൾ സെന്റർ ആണ് അല്ലെ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ കണക്ടിങ് ഓർഗനലാണ്, റോഡുകളാണ് അല്ലെ, സെല്ലിലുള്ള റോഡുകളാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ ആൻസർ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഗോൾജി കോംപ്ലക്സ് അല്ലെ, അതിന്റെ അട്ടിക്കട്ടിക്കിട്ട പോലെ കുറെ ചാക്കട്ടിക്കിട്ടതുപോലെയുള്ള ആ ഒരു സ്ട്രക്ചർ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതിലൂടെ എന്ത് ചെയ്യും, ഒരു പ്രോട്ടീൻ വന്ന് അതിന്റെ പിന്നെ സിസ് ഫേസിലൂടെ വന്ന് ട്രാൻസ്ഫേസിലൂടെ തിരിച്ചു പോകുമ്പോഴേക്ക് അത് എന്ത് ചെയ്യും, അത് ഒരു പാക്കേജിങ് അല്ലെങ്കിൽ ഒരു വെസിക്കിൾസിൽ പാക്ക് ചെയ്ത്, പ്രോട്ടീൻസ് ഒക്കെ ആണെങ്കിൽ ഗ്ലൈക്കോ പ്രോട്ടീൻ ഒക്കെ ആയി ആ രൂപത്തിൽ വെസിക്കിൾസിൽ പാക്ക് ചെയ്തിട്ടാണ്, സോർട്ട് ചെയ്തിട്ടാണ് പിന്നെ ആ പണി എടുക്കുന്നത് ആരാണ്? ഈ ഗോൾജി കോംപ്ലക്സ് ആണ് അല്ലെങ്കിൽ ഗോൾജി അപ്പാരറ്റസ് ആണ്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം അല്ലെ. Which of the following is responsible for the transmission of genetic information from one generation to the next living organism? അതായത് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ലിവിങ് ഓർഗൻ അല്ലെങ്കിൽ ഒരു പാരന്റിൽ നിന്ന് അടുത്ത മക്കളിലേക്ക് ജനറ്റിക് ഇൻഫർമേഷൻ, നമുക്കറിയാം അല്ലെ, നമ്മുടെ എല്ലാവരുടെയും പലതരത്തിലുള്ള ജനറ്റിക് ഇൻഫർമേഷൻ നമ്മുടെ സെല്ലുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു പാരന്റിൽ നിന്ന് ഓഫ് സ്പ്രിങ്ങിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഏത് വഴിയാണ് പോവുക, എന്ത് വഴിയാണ് പോവുക? റൈബോസോം ആണോ? റൈബോസോമിന്റെ പണി അതാണോ? അത് പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്ന ആളാണ് അല്ലെ. ക്രോമസോം, സെൻട്രിയോൾ, ലൈസോസോം, ഇതിൽ ഏതാണ്? നമുക്കറിയാം ക്രോമസോമുകളാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ക്രോമസോമുകൾ അല്ലെ, നമ്മുടെ പിന്നെ DNA കൂടിച്ചേർന്ന DNA-യും അതിനെ ഹിസ്റ്റോൺ പ്രോട്ടീനോട് പിന്നെ ബന്ധിപ്പിച്ച് ആ ഒരു പിന്നെ ആ ഒരു അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ഒരു പിന്നെ നമ്മുടെ ഹ്യൂമൻ DNA-ലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഹ്യൂമൻ ന്യൂക്ലിയസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ക്രോമസോമുകൾ എന്ന് പറയുന്ന കണ്ടൻസ്ഡ് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ DNA പ്ലസ് പ്രോട്ടീൻ ആണ്, ഹിസ്റ്റോൺ പ്രോട്ടീനുകളാണ് അവിടെ ഉണ്ടാവുക. അപ്പൊ ഇതിലൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, വേണമെങ്കിൽ എഴുതി വെക്കുക. ഇത്ര ഒളിമ്പ്യാഡ് എക്സാംസിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം. വാട്ട് ഈസ് ക്രോമസോം എന്ന് പറഞ്ഞാൽ DNA തന്നെയാണോ? DNA-യും പ്രോട്ടീനും ആണോ? DNA-യും പ്രോട്ടീനും വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കാം അല്ലെ. അപ്പോൾ DNA-യും പ്രോട്ടീനുമാണ് ക്രോമസോമുകൾ എന്ന് പറയുന്നത്. അതാണ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം പാരന്റ്സ് ടു ഓഫ്സ്പ്രിങ്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് ക്വസ്റ്റ്യൻസും മറ്റ് ഏരിയാസും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക, അടുത്ത വീഡിയോസിലും നമുക്ക് കാണാം. താങ്ക് യു, ബൈ.